ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ് മുട്ടത്തോരൻ. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നതിന്റെ ഹാങ് ഓവർ ഒന്നും മാറിയിട്ടില്ല, അതുകൊണ്ടാണ് ചെറിയൊരു റെസിപ്പിയിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ നമുക്ക് നോക്കാം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ വലിപ്പത്തിലുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പൊ നിങ്ങൾ ഇതിനു മുമ്പ് ഇഞ്ചി ഇട്ട് മുട്ടത്തോരൻ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ് ഇഞ്ചിയും കൂടി ഇട്ട് കഴിയുമ്പോൾ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പൊ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടിയും വേണം. പിന്നെ അതുപോലെ തന്നെ കടുക് വറക്കാനായിട്ട് 1/2 ടീസ്പൂൺ കടുകും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും വേണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി വേണം. പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോ ഇവിടെ 1 കൈപ്പിടി തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് മുട്ടത്തോരൻ തയ്യാറാക്കുന്നത് നോക്കാം. നമ്മളിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി. ഞാനപ്പോ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് എണ്ണയിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയാണ്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇഞ്ചി ഈ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഇഞ്ചിയുടെ കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർക്കാം. നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ സവാളയുടെ നിറമൊന്നും മാറണ്ട, ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. ആ സമയത്ത് നമുക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പൊ ഫ്ലെയിം നല്ല സിമ്മാക്കി വെക്കണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുരുമുളകിന്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ചേർത്ത പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന 2 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ നമ്മളിത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമാണ് നന്നായിട്ടത് തോരൻ പരുവത്തിന് ആയി വരുള്ളൂ. ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുട്ടത്തോരൻ റെഡിയായി. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മുട്ടത്തോരൻ റെഡിയായി. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഒന്ന് ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. പോരാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ഇതുപോലെ തന്നെ മുട്ടത്തോരൻ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്